ഒരു ഫയൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് കീവേഡ് നമ്മൾ ഫയലുകൾക്ക് അല്ലെങ്കിൽ ക്ലിപ്പുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഒരു ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കീവേഡ് അസൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ കുറേ കീവേഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പം വന്ന കീവേഡുകളാണ്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് മാനുവലി എങ്ങനെയാണ് കീവേഡ് അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കും, ഒരു ക്ലിപ്പിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് ആദ്യ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ കുറേ കീവേഡ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് കണ്ടു. പക്ഷേ എനിക്കിപ്പോൾ മാനുവലി ഒരു കീവേഡ് ഇനി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. കാരണം ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ എടുത്തു. ഈ ക്ലിപ്പിൽ എനിക്കിപ്പോൾ ഒരു മാനുവൽ കീവേഡ് അസൈൻ ചെയ്യണമെങ്കിൽ, അതായത് ഗുഡ് ടേക്ക് എന്നൊരു കീവേഡ് എനിക്ക് ആഡ് ചെയ്യണം. അതിന് കമാൻഡ് കെ പ്രസ് ചെയ്ത് കീവേഡ് വിൻഡോ ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് ഏത് വേണേലും ഈ സ്പേസിൽ കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഒരു കീവേഡ് കിടക്കുന്ന നിങ്ങൾ കാണും, കാരണം അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തതാണ്. അതിനുശേഷം നോക്കിയാൽ അവിടുത്തെ കേഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ ഗുഡ് ടേക്ക് എന്ന് കൊടുക്കാൻ പോവാണ്. ഗുഡ് ടേക്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ടോ, ഗുഡ് ടേക്ക് എന്ന് ഒരു സെപ്പറേറ്റ് കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ കീവേഡ് വിൻഡോ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ ആ ക്ലിപ്പെ നോക്കിയാൽ ഒരു ബ്ലൂ ലൈൻ റൺ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അതിനൊരു കീവേഡ് അസൈൻ ആയിട്ടുണ്ടെന്നാണ്. നമുക്ക് നോക്കാം. അതിന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കീവേഡിൻ്റെ ഏറ്റവും താഴെ വന്നാൽ ഇത് കണ്ടോ, നമ്മൾ ഗുഡ് ടേക്ക് എന്നുള്ള കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ അവിടെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ടേക്കിന് നമ്മൾ അസൈൻ ചെയ്ത കീവേഡ് ബാധിക്കുന്ന ഒരേ ഒരു ക്ലിപ്പേ ഉള്ളൂ, അതവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഫയൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് റീടേക്ക് എന്നോ റീടേക്ക് 1 എന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് കൊടുത്ത് ഓർഗനൈസ് ബെറ്റർ ആക്കാം. ഇനി വീണ്ടും ഞാൻ കമാൻഡ് കെ പ്രസ് ചെയ്ത് കീവേഡ് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സെക്ഷൻ കണ്ടോ, നിങ്ങൾക്ക് ആഡ് ചെയ്ത കീവേഡ് Ctrl+2 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ Ctrl+2 ഏത് ക്ലിപ്പെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താലും എന്ത് സംഭവിക്കും, ഈ ഗുഡ് ടേക്ക് എന്നുള്ള കീവേഡ് ആ ക്ലിപ്പിൽ അപ്ലൈ ആവും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പം ഞാൻ ഈ ക്ലിപ്പ് എടുത്തു, Ctrl+2 പ്രസ് ചെയ്തു. Ctrl+2 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗുഡ് ടേക്ക് എന്നുള്ള കളക്ഷന് വരുമ്പോൾ 2 വീഡിയോ കാണാം. ഇനി 2 വീഡിയോ അവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് കീവേഡിന് മാനുവലി ഈസി ആയിട്ട് അസൈൻ ചെയ്യാം. കാരണം ഇവിടെ ഈ സ്പേസിൽ കാണുന്ന പോലെ നിങ്ങൾ എത്രമാത്രം കീവേഡ് നിങ്ങൾ ആഡ് ചെയ്യുന്നു അതെല്ലാം ഇവിടെ ഷോർട്ട് കട്ടായിട്ട് വരും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കീവേഡുകൾ കീബോർഡ് ഷോർട്ട് കട്ടിൽ കൂടിയും ക്ലിപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ കൺട്രോളും പ്രസ് ചെയ്താൽ മതി, പിന്നെ ആ ന്യൂമറിക് നമ്പറാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ മാനുവലി ഇങ്ങനെ നിങ്ങൾക്ക് കീവേഡ് ആഡ് ചെയ്യാം. പക്ഷേ ഇതല്ലാതെ വേറൊരു മെത്തേഡാണ് ഇനി നമ്മൾ കാണാൻ പോണേ. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കീവേഡ് ഗുഡ് ടേക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു കീവേഡ് കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി കുറേ ക്ലിപ്പുകൾ ഈ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ ഈ ടാഗിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താലും ആ ഫയലുകൾക്കെല്ലാം ഈ ഒരു കീവേഡ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആവും. അപ്പം നമ്മൾ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഈ ഒരു ക്ലിപ്പ് ഞാനതിനെ ഡ്രാഗ് ചെയ്യുന്നു, എന്നിട്ട് ഇതേ ഈ ഗുഡ് ടേക്ക് എന്നുള്ള കളക്ഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇപ്പം നിങ്ങൾ നോക്കിയാൽ 3 ഫയൽ വന്നിട്ടുണ്ട്. അപ്പം ഗുഡ് ടേക്ക് എന്നുള്ള കളക്ഷനിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടപ്പോൾ ആ ക്ലിപ്പിനും ഈ കീവേഡ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈനായി. അപ്പോൾ അങ്ങനെ 3 ഫയലുകൾ ഇപ്പോൾ അവിടെ വന്നു. ഇനി ഈ ഫയലിലുള്ള കീവേഡ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡുണ്ട്. Ctrl+Y പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിമ്മർ ഇൻഫർമേഷൻ വരും കണ്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ആ കീവേഡ് ഏതാണ് അസൈൻ ചെയ്തേക്കെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഗുഡ് ടേക്ക് എന്നുള്ള കീവേഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു മെത്തേഡാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. Ctrl+Y ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഫയലിൻ്റെയും ഏത് ക്ലിപ്പിൻ്റെയും കീവേഡ് അറിയാൻ പറ്റും. അപ്പോൾ സ്കിമ്മർ ഇൻഫോ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ Ctrl+Y വീണ്ടും പ്രസ് ചെയ്താൽ അത് ഡിസേബിൾ ആകും, എനേബിൾ ആകും. ഒരു ചെറിയ ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇനി കീവേഡ് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ചോദ്യം കാണും. നിങ്ങൾ അസൈൻ ചെയ്ത ഒരു കീവേഡ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം, എന്ത് ചെയ്യണം? നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഗുഡ് ടേക്ക് എന്ന് പറഞ്ഞ കളക്ഷനിലേക്ക് പോവാണ്. നമുക്കറിയാം ഇവിടെ 3 ക്ലിപ്പിന് ഈ ഗുഡ് ടേക്ക് എന്നുള്ള പേരുണ്ട്. എനിക്കിപ്പോൾ ഇതിനകത്തെ ഒരു ക്ലിപ്പിന് കീവേഡ് റിമൂവ് ചെയ്യണം. അതിന് നിങ്ങൾ ഈ മെനുവിൽ മാർക്ക് എന്ന് പറയുന്ന മെനുവിൽ പോയാൽ അതിൻ്റെ അവസാനം കണ്ടോ റിമൂവ് ഓൾ കീവേഡ് എന്നുള്ള ഒരു സെലക്ഷനുണ്ട്. അപ്പം ഞാനത് സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ആ കീവേഡ് കളക്ഷനിൽ വന്നാൽ 2 ഫയലുകളേ ഇനിയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കീവേഡ് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോണത്, നമുക്കൊരു ക്ലിപ്പിൽ ഒരു നോട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക.
ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലയൻറ്റ് പറയാതെ ഈ ക്ലിപ്പിന് ഒരു കളർ കറക്ഷൻ വരുത്തണം, അങ്ങനെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലയൻറ്റ് പറയുന്ന എഴുതി വെക്കണമെങ്കിലോ, അതിന് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിലെ ഈ ഫിലിം സ്ട്രിപ്പ് വ്യൂവിൽ നിന്ന് ലിസ്റ്റ് വ്യൂവിലേക്ക് ആദ്യം വരണം. ഇപ്പോൾ ലിസ്റ്റ് വ്യൂവിലാണ്. എന്നിട്ട് നിങ്ങൾ ഇത് കുറച്ച് സ്ലൈഡ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് നോട്ട് വേണേലും ആഡ് ചെയ്യാം. ഇപ്പം ഞാനവിടെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതാ ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ആ ക്ലിപ്പിന് ഇപ്പോൾ ഒരു ചെറിയ നോട്ട്, ഇപ്പോൾ ബ്രിക്ക് അൺലോഡ് ചെയ്യുന്ന, ഞാൻ ആ നോട്ട് അതെന്താണെന്ന് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇത് കണ്ടോ, ഇങ്ങനെ എനിക്ക് അവിടെ നോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു ആവശ്യം വന്നേക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നോട്ട് എടുക്കാം. ഇനി നോട്ട് എഴുതാൻ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. നമുക്ക് ടൈം ലൈൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെനുവിലും നമുക്ക് നോട്ട് എടുക്കാൻ പറ്റും. ഞാനത് കവർ ചെയ്യാൻ പോണതേ ഉള്ളൂ, എങ്കിലും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ടൈം ലൈൻ ഇൻഡെക്സ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് 2 അടിച്ചു കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. ഈ വിൻഡോയുടെ പേരാണ് ടൈം ലൈൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഈ വിൻഡോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിൽ ഫയൽസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ എഡിറ്റിംഗ് ആരംഭിക്കും നിങ്ങൾക്ക് അവിടെ ഫയൽസൊക്കെ ലിസ്റ്റ് ചെയ്യും. ആ ഫയൽസ് ലിസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ കണ്ടോ നോട്ട്സ് എന്ന് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ നോട്ട്സ് ഒരു ഏതെങ്കിലും കാരണവശാൽ എനേബിൾഡ് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ഇത് കണ്ടോ നോട്ട്സിൻ്റെ ഈ ഓപ്ഷൻ വരിക, ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ടിക്ക് ചെയ്യുന്നതനുസരിച്ച് നോട്ട്സ് വരും. അവിടെയും നിങ്ങൾക്ക് നോട്ട്സ് എൻ്റർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ എപ്പോഴാണ് ആവശ്യമായി വരുന്നതെന്ന്. കാരണം ക്ലയൻറ്റ് ഓരോ റിക്വയർമെൻറ്റൊക്കെ ഓരോ ക്ലിപ്പിനെ കുറിച്ച് പറയുമ്പം അതൊക്കെ അപ്പം നോട്ട് ചെയ്യാൻ ഇവിടെ നമുക്ക് പറ്റും. അപ്പം നമ്മൾ 2 കാര്യം പഠിച്ചു. ഒന്ന്, കീവേഡ് ആഡ് ചെയ്യാൻ ഓർഗനൈസിങ്ങിലെ ഒരു ഭാഗമാണത്. പിന്നെ ഒരു നോട്ട് ആഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു.